ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് പാമ്പിൻ്റെയും കുറേ തവളകളുടെയും കഥ കേൾക്കാം. ദൂരെ ദൂരെ ഒരു കാട്ടിലെ ഒരു പൊട്ടക്കുളത്തിൽ കുറേ തവളകളുണ്ടായിരുന്നു കേട്ടോ. വയസ്സൻ തവളകളും അച്ഛൻ തവളകളും അമ്മത്തവളകളും കുട്ടിത്തവളകളും ഒക്കെ ആയിട്ട് നിറയെ തവളകളുണ്ടായിരുന്നു അതിനകത്ത്. കാട്ടിനകത്തായതുകൊണ്ട് അവിടെ എങ്ങും മനുഷ്യന്മാരാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ശല്യവുമില്ലാതെ അവരെല്ലാം അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു. പക്ഷെ അവരുടെ ഈ സുഖിച്ചുള്ള ജീവിതം അധികം കാലമൊന്നും നീണ്ടു നിന്നില്ല കേട്ടോ. അടുത്ത കാട്ടിൽ നിന്നും ഒരു പാമ്പ് അവിടെ എത്തി. അപ്പം പാമ്പ് വന്ന് നോക്കിയപ്പോഴോ ആ കുളത്തിൽ നിറച്ച് തവളകൾ. പാമ്പിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് തവള അല്ലേ. അപ്പോൾ ഈ തവളയെ എങ്ങനെയെങ്കിലും പിടിച്ചു തിന്നണം എന്നുള്ള ആഗ്രഹത്തോടെ പാമ്പ് അവിടെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിന് കഴിയാൻ പറ്റിയ, ആ പാമ്പിന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി ഇങ്ങനെ നടന്നപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ മരത്തിൽ ഒരു വലിയ പൊത്ത് കണ്ടെത്തി. അങ്ങനെ ആ പാമ്പ് ആ പൊത്തിൽ താമസമാക്കി. ഇതൊന്നും അറിയാതെ പാവം തവളകൾ അവിടെ കുത്തി മറിഞ്ഞ് കളിക്കുകയായിരുന്നു. തൻ്റെ പൊത്തിൽ നിന്നും തല നീട്ടി നോക്കിയ പാമ്പ് ഈ തവളകളുടെ കളിയെല്ലാം കണ്ട് സന്തോഷിച്ച് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് ചെന്ന് കുളക്കരയിലുള്ള പുല്ലിൽ ചെന്നിരുന്നു. ഇതൊന്നും അറിയാതെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ചാടിക്കളിച്ചുകൊണ്ടിരുന്ന 2-3 തവളക്കുട്ടന്മാരെ പാമ്പ് പിടിച്ച് ഒരു വിഴുങ്ങല്. തൽക്കാലം വയറ് നിറഞ്ഞതോടെ പാമ്പ് വീണ്ടും എഴഞ്ഞെഴഞ്ഞ് പൊത്തിൽ വന്നിരിപ്പായി. തവളകളാരും ഇതൊന്നും അറിഞ്ഞില്ല. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച സന്തോഷത്തിൽ പാമ്പാണെങ്കിൽ തൻ്റെ പൊത്തിൽ കിടന്ന് ഉറക്കവുമായി. ആ തവളകൾ എല്ലാ ദിവസവും രാത്രി എല്ലാവരും കൂടി ഒന്നിച്ചു കൂടും കേട്ടോ. അപ്പം ഏറ്റവും പ്രായമുള്ള തവളകൾ ബാക്കിയുള്ള തവളകളുടെ എല്ലാം എണ്ണമെടുത്ത് നോക്കും. അപ്പോൾ അന്നങ്ങനെ എണ്ണമെടുത്ത് നോക്കിയപ്പോൾ 2 തവളകളെ കാണാനില്ല. അപ്പോൾ ഈ പ്രായമായ ഒരു മുത്തശ്ശിത്തവളയായിരുന്നു അത്. ആ മുത്തശ്ശിത്തവള ചോദിച്ചേ, ഇന്നെന്താ 2 പേരെ കാണാനില്ലല്ലോ, എവിടെ പോയി അവർ ചോദിച്ചു. എന്നിട്ട് ആ മുത്തശ്ശിത്തവള പറഞ്ഞേ, എനിക്ക് നല്ലൊരു സംശയമുണ്ട്, ഇവിടെ അടുത്ത് ഏതോ നമ്മുടെ ശത്രു വന്ന് താമസമാക്കിയിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ എങ്ങനെയാ തവളകളെ കാണാതാവുക? എല്ലാവരും രാത്രിയാകുമ്പോഴേക്കും ഇവിടെ വരാറുള്ളതല്ലേ. അപ്പോൾ ഈ മുത്തശ്ശിത്തവളയുടെ സംശയമൊന്നും മറ്റ് തവളകൾ കാര്യമാക്കി എടുത്തതേയില്ല. അവർ പറഞ്ഞു, ആ മുത്തശ്ശിക്ക് എങ്ങാനും എണ്ണം തെറ്റിയതാവും, അല്ലാണ്ട് എണ്ണത്തിൽ കുറവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ അടുത്തുള്ള വയലിലേക്കോ വല്ലതും ചാടി പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തശ്ശിത്തവള പിന്നീടൊന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാൻ തുടങ്ങിയിട്ടോ. ദിവസവും രാത്രി ഈ മുത്തശ്ശിത്തവള എണ്ണ എടുക്കുമ്പോൾ കുറേ തവളകളെ ഇങ്ങനെ കാണാണ്ടാവാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശിത്തവളയ്ക്കാണെങ്കിൽ വല്ലാണ്ട് പരിഭ്രമമായി. മുത്തശ്ശിത്തവള ശരിക്കും വിചാരിച്ചു, ഇവിടെ ഏതോ ഒരു ശത്രു ഉണ്ട്, ആ ശത്രുവാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെയൊക്കെ പിടിച്ച് തിന്നുകൊണ്ടിരിക്കണതെന്നിങ്ങനെ ആ മുത്തശ്ശിത്തവള ബലമായിട്ട് വിശ്വസിച്ചു. പക്ഷേ തവളക്കുട്ടന്മാരാരും അതിനോട് യോജിച്ചില്ല. അവർ പറഞ്ഞു, ഇത്ര കാലമായിട്ട് ഈ കുളത്തിൽ നമ്മൾ എത്ര സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്, ഇവിടെ അടുത്തെങ്ങും ഒരു ശത്രുവില്ല, ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പേ കണ്ടേനെ. അങ്ങനെയെല്ലാം പറഞ്ഞ് അവർ ആ മുത്തശ്ശിത്തവളയുടെ വായ അടപ്പിച്ചു. 2-3 ദിവസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും തവളകളുടെ എണ്ണത്തിൽ കാര്യമായിട്ട് കുറവ് വരാൻ തുടങ്ങി. അപ്പോഴാണ് മറ്റ് തവളകളും ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സിലായി, ആ മുത്തശ്ശിത്തവള പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരെ കാണാനില്ലാണ്ടാവുന്നുണ്ട് ഈയിടെയായിട്ട്. അപ്പം ഇതെന്താണെന്നൊന്ന് അന്വേഷിക്കണമല്ലോ എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മുത്തശ്ശിത്തവള ഒളിഞ്ഞിരുന്ന ആ കുളത്തിലേക്ക് വരുന്ന എന്തൊക്കെ ജന്തുക്കളാണ് വരുന്നത്, ആരെങ്കിലും തങ്ങളെ പിടിച്ചു തിന്നാൻ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി.
അപ്പം മുത്തശ്ശിത്തവള ഈ പാമ്പ് ഇങ്ങനെ വരണതും 1-2 തവളകളെ പിടിച്ച് തിന്നുന്നതും എല്ലാം കണ്ടു. അപ്പോൾ ഈ മുത്തശ്ശിത്തവള വേഗം തൻ്റെ കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പം പിന്നെ അവർക്കും അതൊന്നും വിശ്വസിക്കാതെ തരമില്ലാതായി. ഈ പാമ്പിനെ നേരിൽ കണ്ടതോടുകൂടി മറ്റ് തവളകൾക്കൊക്കെ കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായി കേട്ടോ. അപ്പം ഇത്രയും കാലം തങ്ങൾ മുത്തശ്ശി തവളെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇതിനു മുമ്പേ നമ്മളുടെ കുറേ ആളുകളെ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് അവരൊക്കെ സങ്കടം വിചാരിക്കാൻ തുടങ്ങി. പക്ഷെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ കൂട്ടത്തിലെ ചെറിയ തവളകളെല്ലാം കൂടി പറഞ്ഞു, നമുക്ക് ആ പാമ്പിനെ ഈ കാട്ടിൽ നിന്ന് ഓടിക്കണം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, നമുക്ക് ആ പൊത്തിൻ്റെ അവിടെ കരിയിലകളെല്ലാം നിറച്ച് തീ കൊളുത്താം. ഇത് കേട്ട ചിലർ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് ആ പൊത്ത് എന്തുകൊണ്ടെങ്കിലും അടച്ചു വെച്ചാൽ മതി, അപ്പം പിന്നെ പാമ്പിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന മുത്തശ്ശിത്തവള പറഞ്ഞേ, കുട്ടികളെ, ഇപ്പം ഈ പറഞ്ഞതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പാമ്പിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം വളരെ ദുർബലരാണ്. നമ്മൾ നേരിട്ട് പാമ്പിനെ എതിരിടാൻ ചെന്നാൽ പാമ്പ് നമ്മളെയെല്ലാം ഒറ്റയടിക്ക് പിടിച്ച് വിഴുങ്ങിക്കളയും. അപ്പം അതുകൊണ്ട് നമ്മൾ തന്ത്രപരമായി ബുദ്ധി ഉപയോഗിച്ച് നീങ്ങണമെന്ന് മുത്തശ്ശിത്തവള മറ്റു തവളകളോട് പറഞ്ഞു. എന്നിട്ട് ആ മുത്തശ്ശിത്തവള പറയാണ്, കഴിയുന്നത്ര നമ്മൾ ശത്രുവിൻ്റെ കൺവട്ടത്തൊന്നും പെടാതെ മാറി നിൽക്കണം. അതുപോലെ കുളത്തിൽ കളിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും എല്ലാം ആരെങ്കിലുമൊക്കെ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശത്രുവിനെ കണ്ടാൽ ഉടൻ തന്നെ എല്ലാവരെയും വിവരം അറിയിക്കണം. അങ്ങനെ ഭക്ഷണം തീരെ കിട്ടാതായാൽ നമ്മുടെ ശത്രു ഇവിടം വിട്ട് പോയിക്കോളുമെന്ന് മുത്തശ്ശിത്തവള പറഞ്ഞു. ഇത് കേട്ട മറ്റു തവളകളെല്ലാം അതിനോട് യോജിച്ചു. അവരെല്ലാം കൂടി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം തൊട്ട് തന്നെ തവളകളെല്ലാം അവർ തീരുമാനിച്ച പോലെ തന്നെ പെരുമാറാൻ തുടങ്ങി. അവർ പകൽ സമയത്തെല്ലാം ചെളിയിൽ പുതഞ്ഞു കിടക്കുകയോ അല്ലെങ്കിൽ പച്ച പൊന്തകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയോ ഒക്കെ ചെയ്തു. എല്ലാ സമയത്തും ഈ പാമ്പ് വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മിടുക്കന്മാരായ തവളക്കുട്ടന്മാരെ ഏർപ്പാടാക്കി. പതിവിനെല്ലാം വിപരീതമായിട്ട് ആ കുളത്തിൽ ഒരു അനക്കവും ഇല്ലാണ്ടായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അതോടെ പാമ്പിൻ്റെ കാര്യം കഷ്ടത്തിലായി. പാമ്പിന് ഒരു തവളയെ പോലും പിടിച്ചു തിന്നാൻ പറ്റാതായി. ഇങ്ങനെ പോയാൽ അടുത്ത് തന്നെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന പാമ്പിന് മനസ്സിലായി. അപ്പോൾ ഈ തവളകളെല്ലാം കൂടി താനിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ബുദ്ധിപൂർവം പെരുമാറുന്നതാണ് എന്ന് ആ പാമ്പിന് മനസ്സിലായി. അപ്പോൾ ഇവരെ എങ്ങനെ എതിരിടുമെന്ന് പാമ്പ് ചിന്തിക്കാൻ തുടങ്ങി. കുറേ ആലോചിച്ച് പാമ്പ് അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. ആ പാമ്പേ മരപ്പൊത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് വെറും മണ്ണിലിങ്ങനെ ചുരുണ്ടുകൂടി അങ്ങോട്ട് കിടന്നു. അപ്പോൾ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ചത്ത് കിടക്കുകയെന്നേ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പാമ്പിൻ്റെ പോക്കും വരവും ഒക്കെ നോക്കാൻ വേണ്ടി തവളക്കുട്ടന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ നോക്കിയപ്പോൾ ആ പാമ്പ് കുറേ സമയമായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ കുളത്തിൻ്റെ അടുത്തേക്ക് വന്ന് ഏതെങ്കിലും തവളയെ പിടിക്കാൻ നോക്കുക ഒന്നും ചെയ്യുന്നില്ല. അപ്പം അവർക്ക് സംശയമായി, ഇനി ആ പാമ്പെങ്ങാൻ ചത്തുപോയിട്ടുണ്ടാവുമോ? കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം പതുക്കെ ഒരു തവളക്കൂട്ടൻ കുളത്തിൽ നിന്ന് പതുക്കെ കരയിലേക്ക് എത്തി. എന്നിട്ട് പതുക്കെ പാമ്പിൻ്റെ അത്ര അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. അവിടെ ചെന്നിങ്ങനെ നോക്കാൻ തുടങ്ങി പാമ്പ് അനങ്ങുന്നുണ്ടോ എന്ന്. അപ്പോഴും പാമ്പ് അനങ്ങാതെ അവിടെ കിടക്കുകയാണ് കേട്ടോ. പാമ്പ് അനങ്ങാതെ കിടക്കുകയാണെങ്കിലും അതിൻ്റെ ശരീരം ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഉയർന്ന് താഴുന്നുണ്ട് എന്ന് തവളയ്ക്ക് മനസ്സിലായി. അപ്പോൾ തവളക്കുട്ടിന് തോന്നി, ഇത് പാമ്പിൻ്റെ പുതിയ ഏതെങ്കിലും വിദ്യയാവും നമ്മളെ പിടിക്കാനുള്ളത് എന്ന് വിചാരിച്ചു. കൂട്ടുകാരോടൊക്കെ ഈ വിവരം പറയാൻ വേണ്ടി
തവളക്കുട്ടൻ വേഗം കുളത്തിലേക്ക് ചാടാൻ വേണ്ടി തുടങ്ങിയിട്ടോ. അപ്പോഴാണ് ആ പാമ്പ് പതുക്കെ ഇങ്ങനെ വളരെ തളർന്ന ശബ്ദത്തിൽ തവളക്കുട്ട ഒന്ന് നിൽക്കൂ പറയാണ്. അങ്ങനെ ഒരു ശബ്ദം കേട്ടപ്പോൾ തവളക്കുട്ടൻ അമ്പരന്ന് അവിടെ നിന്ന് പോയി കേട്ടോ. തങ്ങളുടെ ആജന്മ ശത്രുക്കളായ ഈ പാമ്പിന് ഇത്ര സ്നേഹത്തോടുകൂടി തവളക്കുട്ട ഒന്ന് നിൽക്കൂ എന്നൊക്കെ പറയുമെന്ന് ആ തവളക്കുട്ടനൊട്ടും വിചാരിച്ചില്ല. അപ്പം ആ പാമ്പ് ആ തവളക്കുട്ടനോട് പറയാണേ, നീ എന്താ എന്നെ കണ്ട് പേടിച്ചോടാൻ പോവാണോ? ഇനി എന്നെ കണ്ടാരും പേടിച്ചോടണ്ട. ഞാനും നിങ്ങളുടെ കൂട്ടരും തമ്മിൽ ഇനി യാതൊരു ശത്രുതയുമില്ല. ഇത്രയും കാലം നിങ്ങളെ പിടിച്ച് തിന്നോണ്ടിരുന്ന പാമ്പല്ലാട്ടോ ഇന്ന് കാണുന്ന ഈ ഞാൻ. എൻ്റെ മനസ്സെല്ലാം ആകെ മാറിക്കഴിഞ്ഞു. ഇത് കേട്ട തവളക്കുട്ടൻ പറഞ്ഞേ, എടാ ദുഷ്ടാ, നിന്റെ സൂത്രമൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. ഞാനത്ര മണ്ടനൊന്നുമല്ല. നീ ഇങ്ങനെയൊക്കെ നിന്റെ വളഞ്ഞ ബുദ്ധിയിൽ ഓരോന്ന് ആലോചിച്ചുണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, നീ കരുതൊന്നും വേണ്ട. തവളക്കുട്ടൻ അങ്ങനെ മറുപടി പറഞ്ഞപ്പോഴേ പാമ്പ് തിരിച്ച് തവളക്കുട്ടനോട് പറയാണ്, സത്യമായിട്ടും ഞാൻ പറയണത് നീ ഒന്ന് വിശ്വസിക്ക്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ നാട്ടിലിറങ്ങി ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു പുഴ കണ്ടു. ആ പുഴയിൽ ഒരു സന്യാസി കുളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ പുഴയിലിറങ്ങി മീനാണെന്ന് വിചാരിച്ച് ഈ പാമ്പ് അറിയാതെ ആ സന്യാസിയുടെ കാലിൽ കടിച്ചു. എന്നിട്ട് ആ പാമ്പ് പിന്നെയും തവളക്കുട്ടനോട് പറയാണേ, ഈ കാലുമേ കടിച്ചപ്പോൾ ആ സന്യാസി ദേഷ്യം കൊണ്ട് എന്നെ അങ്ങോട്ട് ശപിച്ചു. ഇനി ഒരിക്കലെങ്കിലും നീ ഏതെങ്കിലും തവളയെ പിടിച്ച് തിന്നാൽ നിന്റെ തല 100 കഷ്ണമായിട്ട് പൊട്ടിത്തെറിക്കട്ടെ എന്നും ഇതിന് പകരമായി ഇനി എന്നും തവളകളെ തലയിൽ കയറ്റി കളിപ്പിക്കണമെന്നും ആ മഹർഷി പറഞ്ഞു എന്ന് ഈ പാമ്പ് തവളയോട് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ആ പാമ്പ് സങ്കടത്തോടു കൂടി പറയുകയാണേ, ആ ശാപം കിട്ടിയതോടുകൂടി എൻ്റെ മനസ്സൊക്കെ മാറി. ഇനി ഞാൻ നിങ്ങളെ ഒന്നും പിടിച്ചു തിന്നില്ല. ഇന്ന് മുതൽ നിങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മേത്തൊക്കെ കയറി കളിക്കാം. പാമ്പിൻ്റെ സംസാര രീതിയും മുഖത്തെ ഭാവമൊക്കെ കണ്ടപ്പോഴേ തവളക്കുട്ടന് പാമ്പിനോട് കഷ്ടം തോന്നി. പക്ഷെ എന്നാലും പാമ്പിനെ അങ്ങോട്ട് മുഴുവനായിട്ട് വിശ്വസിച്ചില്ല കേട്ടോ തവളക്കുട്ടൻ. അപ്പോൾ പാമ്പിന് മനസ്സിലായി ഇപ്പോഴും തവളയ്ക്ക് മുഴുവനായിട്ട് വിശ്വാസമായിട്ടില്ല എന്ന്. അപ്പോൾ ഈ പാമ്പ് വീണ്ടും പറഞ്ഞേ, തവളക്കുട്ട, ഞാൻ എൻ്റെ ചങ്കെടുത്ത് കാട്ടിയിട്ട് നീ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാനെല്ലാം സത്യമാണ് പറഞ്ഞത്. നീ പോയി മറ്റു തവളകളോടെല്ലാം ഈ കാര്യമെല്ലാം പറയണം. എന്നിട്ട് അവരെ എല്ലാം കൂട്ടി വരണം. ഇനി തവളക്കുട്ടന്മാരെ ചുമന്ന് നടക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഇത് കേട്ട തവള ഒന്നും മിണ്ടാതെ തിരിച്ച് വെള്ളത്തിലേക്ക് ചാടിപ്പോയി തൻ്റെ കൂട്ടരെയെല്ലാം വിളിച്ചു വരുത്തി ഈ പാമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി അവരോട് പറഞ്ഞു. പകൽ സമയത്ത് അവിടെ തളർന്നു കിടന്നിരുന്ന പാമ്പിനെ അവരിൽ പലരും കണ്ടതാണ് കേട്ടോ. പാമ്പിൻ്റെ മനസ്സ് മാറിയ കഥ അവരെല്ലാം വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച ഒരു തവള പറഞ്ഞേ, എന്തായാലും നമ്മളുടെ ശത്രു എന്തായാലും നമ്മളുടെ മിത്രമായിട്ട് മാറി. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ ഈ കുളത്തിൽ ചാടി തിമിർക്കാം. പാമ്പിൻ്റെ പത്തിയിലിരുന്ന് നമുക്ക് ദൂരദേശങ്ങളിലെല്ലാം പോയി കാഴ്ചകളൊക്കെ കാണാം. മുനിയുടെ ശാപമുള്ളത് കൊണ്ട് നമ്മെ കൊല്ലാൻ ഒരിക്കലും പാമ്പ് ധൈര്യപ്പെടില്ല. ഇത് കേട്ട മറ്റു തവളകളും സന്തോഷത്തോടെ ആ തവള പറഞ്ഞതിന് അനുകൂലിച്ചു. പക്ഷെ മുത്തശ്ശി തവളയ്ക്ക് മാത്രം ഇതൊന്നും കേട്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവർ വേഗം എഴുന്നേറ്റ് മറ്റ് തവളകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇത്ര വിഡ്ഢികളായി പോയില്ലോ.
ഇത്രയും കാലം നമ്മളെ കൊന്നു തിന്നിരുന്ന പാമ്പ് ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോഴത്തേക്കും നിങ്ങളെല്ലാം അതിൽ മയങ്ങിപ്പോയി. ഇതെല്ലാം ആ ദുഷ്ടൻ്റെ സൂത്രമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പഴയതിലും വലിയ അപകടമാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയായാലും അവനോട് അകലം പാലിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. പക്ഷേ ഈ മുത്തശ്ശിത്തവള പറഞ്ഞതൊന്നും മറ്റ് തവളകളൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല. അവരെല്ലാം വിചാരിച്ചു ഈ മുത്തശ്ശിത്തവളയ്ക്ക് തങ്ങളെല്ലാം പാമ്പിൻ്റെ തലയിൽ കയറിയിരുന്ന് നാട് ചുറ്റുന്നതെല്ലാം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് മുത്തശ്ശിത്തവള ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നിങ്ങനെ വിചാരിച്ച് അവരെല്ലാം ആ മുത്തശ്ശിത്തവളയെ കളിയാക്കാൻ തുടങ്ങി. മുത്തശ്ശിത്തവളയാണെങ്കിൽ പിന്നീടൊന്നും പറയാൻ പോയില്ല. കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയെന്നും പറഞ്ഞ് ആ മുത്തശ്ശിത്തവള തിരിച്ചുപോയി. തവളകളെല്ലാം കൂടി സന്തോഷത്തോടെ കുളക്കരയിലേക്ക് ഓടിച്ചെന്നു. അപ്പം പാമ്പ് അവിടെ എങ്ങനെ ഇവരെയും കാത്തിങ്ങനെ അവിടെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അപ്പം തവളകൾ വേഗം ചെന്ന പാമ്പിൻ്റെ തലയിലേക്കൊക്കെ അങ്ങോട്ട് ചാടിക്കയറി. അപ്പോഴോ ഈ പാമ്പങ്ങനെ പത്തിയൊക്കെ വിടർത്തി കാണിച്ചു കൊടുത്തു. അപ്പോൾ പാമ്പിങ്ങനെ സ്നേഹപൂർണമായിട്ടൊക്കെ പെരുമാറുന്ന കണ്ടപ്പോൾ തവളക്കുട്ടന്മാരുടെ സന്തോഷത്തിനൊരു അതിരില്ലാതായി. അവർ ചാടി ചാടി പാമ്പിൻ്റെ തലയിലും മേലിലും എല്ലാം കയറി കളിച്ചു. കുറേ നേരം കളിച്ച് അവർ കളിയൊക്കെ മടുത്ത് പാമ്പിനോട് യാത്രയൊക്കെ പറഞ്ഞ് കുളത്തിലേക്ക് മടങ്ങിപ്പോയി. ഇതിൻ്റെ ഇടയിൽ ഒരു തവളക്കുട്ടനെ കാണാതായത് ആരും അറിഞ്ഞില്ല കേട്ടോ. ഈ തവളകളുടെ ഈ കളി പിന്നീടുള്ള ദിവസങ്ങളിലും തുടർന്നു. പാമ്പാണെങ്കിലോ തവളകൾക്ക് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ തൻ്റെ വിശപ്പടക്കുകയും ചെയ്തു. പക്ഷെ ആ മുത്തശ്ശിത്തവള മാത്രം ഈ പാമ്പിൻ്റെ ചെയ്തികളെല്ലാം ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പാമ്പ് ഇങ്ങനെ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെ കുറേശ്ശെയായിട്ട് തിന്നെടുക്കുന്നുണ്ട് എന്ന് പാവം മുത്തശ്ശിത്തവളയ്ക്ക് മനസ്സിലായത്. താൻ പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ തൻ്റെ കുട്ടികൾ പെരുമാറിയതുകൊണ്ടാണല്ലോ അവർക്ക് ഈ ഗതി വന്നത് എന്ന് ആ മുത്തശ്ശിത്തവള മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി. പാമ്പിൻ്റെ സ്നേഹപ്രകടനമെല്ലാം കണ്ട മറ്റ് തവളകൾ താൻ ഇനി എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് മുത്തശ്ശിത്തവളയ്ക്ക് മനസ്സിലായി. പക്ഷെ തൻ്റെ കൂട്ടരെയൊക്കെ ഇങ്ങനെ കൊന്നൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് ആ മുത്തശ്ശിത്തവള മനസ്സിൽ തീരുമാനിച്ചു. അതിനുവേണ്ടി ആ മുത്തശ്ശിത്തവള ഒരു പരിപാടി തയ്യാറാക്കി. പിറ്റേന്ന് പതിവ് പോലെ തവളക്കുട്ടന്മാർ പാമ്പിൻ്റെ പുറത്ത് കയറി കളിക്കാനെത്തി. പാമ്പാണെങ്കിൽ പതുപോലെ തന്നെ അവരെ സ്നേഹം നടിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് ആ മുത്തശ്ശിത്തവള അടുത്തുള്ള പൊന്തയിലിങ്ങനെ ഒളിച്ചിരുന്നു. എന്നിട്ട് കുറേ നേരം വൈകുന്നേരം വരെ ഈ തവളക്കുട്ടന്മാരെല്ലാം പാമ്പിൻ്റെ അടുത്ത് കളിച്ചു കേട്ടോ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം സന്ധ്യ ആവാറായപ്പോൾ അവരെ യാത്ര പറഞ്ഞു പോകാൻ നേരം മുത്തശ്ശിത്തവളയും അവരുടെ ഒപ്പം കൂടി. അപ്പം തവളക്കുട്ടന്മാരുടെ എല്ലാം പിന്നിലായിട്ടാണ് ആ മുത്തശ്ശിത്തവള നടന്നത് കേട്ടോ. അപ്പം മറ്റ് തവളക്കുട്ടന്മാരെല്ലാം പോയി കഴിഞ്ഞതും ഈ പാമ്പ് എന്ത് ചെയ്തു? ആ മുത്തശ്ശിത്തവളയെ അങ്ങോട്ട് പിടിച്ചൊരൊറ്റ വിഴുങ്ങൽ. മുത്തശ്ശിത്തവള പക്ഷെ പേടിച്ചില്ല കേട്ടോ. മുത്തശ്ശിത്തവള ധൈര്യം വിടാണ്ട് പാമ്പിൻ്റെ വയറ്റിലെത്തിയിട്ടും ആ പാമ്പിനോടുള്ള ദേഷ്യം കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് തൻ്റെ ശരീരം ഇങ്ങനെ വീർപ്പിക്കാൻ തുടങ്ങി. സർവശക്തിയും എടുത്ത് തൻ്റെ വയറ്റിലിങ്ങനെ കാറ്റ് നിറച്ചു. അപ്പം ശരീരം ഈ തവളയുടെ പാമ്പിൻ്റെ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തവളയുടെ ശരീരം ഇങ്ങനെ വീർത്തു വന്നു കേട്ടോ. തനിക്ക് എന്താ പറ്റിയതെന്നറിയാണ്ട് പാമ്പ് കിടന്ന് ഞെളിവിരി കൊള്ളാൻ തുടങ്ങി. എന്താ തനിക്ക് പറ്റിയെന്ന് ആ പാമ്പിന് മനസ്സിലായില്ല. പാമ്പിൻ്റെ വയറങ്ങനെ വീർത്തു വന്ന് അവസാനം ഠോ എന്ന് പറഞ്ഞങ്ങോട്ട് പൊട്ടിപ്പോയി. അങ്ങനെ ആ പാമ്പിൻ്റെ കഥ കഴിഞ്ഞു. ആ പാമ്പിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ട ആ മുത്തശ്ശിത്തവള വേഗം കുളത്തിലേക്ക് പോയി തൻ്റെ കൂട്ടരെയെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് വയറ് പൊട്ടി ചത്തു കിടക്കുന്ന പാമ്പിനെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർക്കൊക്കെ പാമ്പിൻ്റെ ചതി മനസ്സിലായത്. അങ്ങനെ ഒരു കഥ. ഈ കഥ മുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇഷ്ടമായോ? മറ്റൊരു കഥയായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.